എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഈ എപ്പിസോഡിലും കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള തിരുനക്കര മൈതാനത്താണുള്ളത്. അപ്പോൾ എന്തായാലും ആ കോട്ടയം ജില്ലയിലെ നമ്മളെ മിടുക്കിമാരായിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങൾ എല്ലാവരും ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ഈ പൊരുവെയിലായിട്ട് പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ എനർജിയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കപ്പയും മീൻകറിയും കഴിച്ചിട്ടാണോ ഇവർക്ക് ഇത്രയും എനർജി? അതെ, വെറുതെ അല്ല, കപ്പയും മീൻകറിയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം, പ്രധാന ആരോഗ്യത്തിന്റെ രഹസ്യം. അപ്പോൾ എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ ഏറ്റവും കൂടുതൽ രസിപ്പിക്കാനായിട്ട് നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് മാറി കുറച്ചു നേരം ആഹ്ലാദിക്കാനും ഉല്ലസിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഫ്ലവേഴ്സ് ടിവി ഇങ്ങനെ ഒരു ഷോ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളിൽ നിന്ന് 8 പേരെ വിളിക്കുകയും ആ 8 പേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രസകരമായ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി മത്സരത്തിലേക്ക് കിടക്കാം. മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും മത്സരത്തിന്റെ പേര് പറയാൻ പോവുകയാണ്. പറയട്ടെ? എനിക്കൊന്ന് ജോ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായിരിക്കും, ചുറ്റിക്കളി. ഭയങ്കരമായി പോയി. എനിക്കാണ് ആ കൈയുടെ അല്ലേ? എന്തായാലും നിങ്ങൾ തെറ്റിദ്ധരിക്കാനും വേണ്ട, ഇത് വേറൊരു ചുറ്റിക്കളിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല കേട്ടോ, നല്ലൊരു ചുറ്റിക്കളിയാണ്. അപ്പൊ എന്തായാലും ഈ മത്സരത്തിലെ പങ്കെടുക്കാനായിട്ട് 8 പേരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 8 പേര് നിങ്ങളും തന്നെ വരാം. 8 പേര് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്യാം. കടന്നു വരൂ. 8 ധീര വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊരു നല്ല കൈയടി കൊടുക്കാം. നിങ്ങൾക്ക് 8 പേർക്കും ഈ മത്സരത്തിലേക്ക് സ്വാഗതം. ഈ മത്സരത്തിന്റെ പേര് അറിയാലോ? ചുറ്റിക്കളി. ചുറ്റിക്കളി എന്ത് തോന്നണോ ഈ ചുറ്റിക്കളി എന്ന് കേട്ടിട്ട്? അവസാനം കൊളാവാണ്ടിരുന്നോ? അതെ, ചുറ്റി പോവോ ഇല്ലേ എന്നൊക്കെ നമുക്കറിയാം. എന്തായാലും മത്സരത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവരെല്ലാവരെയും പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ഉഷ രമേശ്. ഞാൻ ആർപ്പുക്കര ഗ്രാമപഞ്ചായത്തിൽ രഞ്ജിനി കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് പാർക്കിംഗ് മാനേജ്മെൻറ്റ് മെമ്പറാണ്. എൻ്റെ പേര് ഷൈനിമോൾ. കോട്ടയം മണർകാട് പഞ്ചായത്തിൽ നിന്ന് വരുന്നു. ഞാൻ AD സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 17 കുടുംബശ്രീ ഉണ്ട്. ഞങ്ങളുടെ വാർഡിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഷൈനി മോൾക്ക് എല്ലാവിധ ആശംസകളും. ഈ ഗെയിമിൽ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഷൈൻ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് ഭവാനി ബാബു. അയർക്കുന്നം പഞ്ചായത്തിലാണ്. ഞാൻ ജെൻഡർ കോർണറിൽ പ്രവർത്തിക്കുന്നു. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ കോട്ടയം ജില്ലയിലുണ്ട്. അതിൻ്റെ ജില്ലാതല RP ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് ജോളി ജോർജ്. അയർക്കുന്നം പഞ്ചായത്തിലെ CDSന്റെ മെമ്പറാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പറും കൂടിയാണ്. അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് ശോഭന ശശി. കഞ്ഞിക്കുഴി 16 ADS. രാജമ്മ സോമൻ. വിജയപുരം ഗ്രാമപഞ്ചായത്ത് വടവാതൂർ 6ാം വാർഡിലെ ADS മെമ്പർ. അടുത്ത ആൾ പരിചയപ്പെടാം. എൻ്റെ പേര് റോജ ബിജു. ഞാനൊരു LIC ഏജൻറ്റും കൂടെയാണ്. ഹസ്ബൻഡും LIC ഏജൻറ്റാണ്. അപ്പോൾ ഞാൻ കോട്ടയം നോർത്ത് CDSൽ കുമാരനല്ലൂർ 51ാം വാർഡിലെ വിജയശ്രീ കുടുംബശ്രീയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു പാട്ട് പാടോ? ചെറുതായിട്ട് പോരാ, വലുതായിട്ട് പാടണം. ഒരു കൈയ്യടി വരട്ടെ. അപ്പോൾ എന്തായാലും നമുക്കൊരു റോജ ചേച്ചിയുടെ ഒരു അടിപൊളി ഗാനം നമുക്ക് ആസ്വദിക്കാം. തേനും വായമ്പും നാവിൽ തൂകും വാനം പാടി, തേനും വായമ്പും നാവിൽ തൂകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. താങ്ക് യു റോജ ചേച്ചി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. എൻ്റെ പേര് മേബിൾ കുരുവിള. ഞങ്ങൾ രണ്ടുപേരും ഒരേ കുടുംബശ്രീയിൽ ഉള്ളവരാണ്. നിങ്ങൾ രണ്ടുപേരും? അതെ. അതാണ് ഒരുപോലത്തെ സാരി. അതെ അതെ. അപ്പോൾ മേബിൾ കുരുവിള ഗെയിം ഷോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തായാലും 8 പേരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഇനി മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരത്തിന്റെ പേര് മറക്കണ്ട, ചുറ്റിക്കളി. ചുറ്റിക്കളി റെഡി അല്ലേ? കളിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത്ര എനർജി പോരാ. എല്ലാവരും ഇങ്ങനെ ഒരു നല്ല കൈയടി വരട്ടെ. ഈ ഒരു ബാസ്ക്കറ്റ്, ഇതിൽ കുറേ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോളുകൾ വെച്ചാണ് ചുറ്റി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചുള്ളൊരു ചെറിയ ചുറ്റിക്കളിയാണ്. ഇതൊന്ന് പിടിച്ചു വെച്ചേ. അപ്പോൾ ഇനി മത്സരത്തിനെ കുറിച്ച് പറയാം. നിങ്ങൾ 8 പേരുണ്ട്. അപ്പോൾ ഇനി 2 പേരുള്ള 2 പേരടങ്ങുന്ന ടീമുകളായിട്ട് നിങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ 2 പേരും ഒരു ടീമാണെങ്കിൽ
നിങ്ങളിൽ നിന്ന് ഒരാളെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തും, വേറൊരാളെ വേറൊരു ടീമിൻ്റെ ഒരാളുമായിട്ട് ഞങ്ങൾ ഈ ഷോൾ വെച്ച് കൂട്ടിക്കെട്ടിയിടാൻ പോവാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഇത് വെച്ച് കൂട്ടിക്കെട്ടിയിടുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും തമ്മിൽ കാണില്ല, ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, മറ്റേ കയ്യിലും വേറൊരു ബാസ്ക്കറ്റ് ഉണ്ടാവും. നിങ്ങളുടെ എതിർ ടീമിലുള്ള ആളുടെ കയ്യിൽ ഇതിലെ ഈ ബോൾ മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഈ അവസാനം വരച്ചിരിക്കുന്ന ലൈൻ കണ്ടോ, അവിടെ നിന്ന് ഒരാൾ ഈ ബോൾ നിങ്ങളുടെ അടുത്തേക്ക് എറിയും. ആ എറിയുന്ന ബോൾ നിങ്ങൾ ഈ ബാസ്ക്കറ്റിൽ താഴെ പോകാതെ പിടിക്കണം. പക്ഷേ മറ്റേ ആൾക്ക് ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് എറിയുന്നുണ്ടാവും, അയാളും ഇതുപോലെ തന്നെ ചെയ്യുക. അതിനിടയിൽ നിങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ പാർട്ട്ണർ എറിയുന്ന ബോൾ കൃത്യമായിട്ട് ഇതിൽ തന്നെ പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോളുകൾ കളക്ട് ചെയ്യുന്ന ആളായിരിക്കും, ആ ടീമായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ, ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഗെയിം എങ്ങനെ കളിക്കും എന്നുള്ളൊരു എന്താ ഡൗട്ട് ഉള്ളത്? ഒരു ഡെമോ കാണിച്ചിരുന്നോ? ഇത്തവണ ദിവ്യയാണ് ഡെമോ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ദിവ്യ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇതേപോലെ ഇവരുടെ കയ്യിലേക്ക് ഞാൻ രണ്ടുപേരുടെ കയ്യിലും ബാസ്ക്കറ്റ് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് ബോൾ എടുക്കാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ നിന്നാൽ മാത്രം പോരാ, കറങ്ങിക്കൊണ്ടിരിക്കണം. കറങ്ങിക്കോളൂ. ഇങ്ങൊന്നേ കറങ്ങിക്കോ, നന്നായിട്ട് കറങ്ങിക്കോ, സ്പീഡിൽ കറങ്ങിക്കോ. റോജി ചേച്ചിയുടെ നല്ല ആരോഗ്യമാണല്ലോ. എറിയാൻ പോണേ, പിടിച്ചോട്ടോ, അതേ പിടിച്ചോ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, സ്വന്തം ടീമിലെ അംഗം എറിയുന്ന ബോൾ മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ ടീമിലെ അംഗം എറിയുന്ന ബോൾ കളക്ട് ചെയ്താൽ -പോയിന്റ് ആയിരിക്കും. ഒന്നുകൂടി ഒരു ബോൾ തല ഇറങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഗെയിമിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോവുകയാണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആളെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോകുന്നത് ഉഷ, ഷൈനി, ഭവാനി ആൻഡ് ജോളി. ഇവർ 4 പേരുമാണ്. അപ്പോൾ നിങ്ങൾ പുറകിലേക്ക് മാറിയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ആരാണ് ബോൾ എറിയുന്നത്, ആരാണ് ക്യാച്ച് ചെയ്യുന്നത്? ഉഷ ബോളറിയും ഭവാനി ബോളറിയും. അപ്പോൾ ഉഷയും ഭവാനി ഇങ്ങനെ പോരും. ഷൈനി ആൻഡ് ജോളി നിങ്ങൾ ഇവിടെ നിന്നോളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ലൈനുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ലൈനുകൾ ഇട്ടിട്ടുണ്ട്. ഈ ലൈനിൻ്റെ അപ്പുറവും 2 സ്ഥലം മാറിപ്പോകാൻ പാടില്ല. ആ വശത്തേക്കും ഈ വശത്തേക്കും മാറിപ്പോകാൻ പാടില്ല. അതേപോലെ തന്നെ സെൻറ്ററിലാണ് കൂട്ടിക്കെട്ടിയ ആളുകൾ നിർത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് ബോൾ എറിയുന്നത്, നിങ്ങളെയാണ് കൂട്ടിക്കെട്ടിയിടാൻ പോകുന്നത്. ഓക്കെ, ബോൾ പിടിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ. കറങ്ങുകയും വേണം, എന്നാൽ ഈ ബാസ്ക്കറ്റ് കൊണ്ട് കൃത്യമായിട്ട് ബോൾ കളക്ട് ചെയ്യാൻ വേണം. മത്സരം ആരംഭിക്കാൻ പോകണം. നല്ലൊരു കൈ വരട്ടെ. അപ്പോൾ ഇനി നിങ്ങളെ കൂട്ടിക്കെട്ടാം. കയറ് ചുറ്റിയിട്ടുണ്ട്, ചുറ്റിക്കളിക്ക് വേണ്ട. അപ്പോൾ ഷൈനി, ഉഷ, ഭവാനി, ജോളി ഇവർ 4 പേരുമാണ് ഇപ്പം ചുറ്റിക്കളിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ ചുറ്റിക്കളിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു കൈയുടെ വരട്ടെ. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടേ, ചുറ്റിക്കോ. എന്ത് ചുറ്റില ഇത്? 1 പോയി 1 2 എറിഞ്ഞ് 3 4 പോയി തലക്കര എഴുതട്ടോ. ഇതെങ്ങടി പോണത്? ആ ചേച്ചിനെ ഒന്ന് നിർത്തിക്കോന്നേ. കറങ്ങിക്കോ. വീട്ടിൽ പോയണത് നിങ്ങൾ. ഇവിടെ ഇങ്ങോട്ട് വന്നേന്നേ, ഇങ്ങോട്ട് പോയോ. ഇവിടേക്ക് കറങ്ങിക്കോ. പിടിച്ചോ. പിടിക്ക, അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുന്നേ. വെരി ഗുഡ്. ഇപ്പൊ തീരുമല്ലത്. പിടിച്ചോ. കറക്കം നിർത്തരുത്. തീരുവാണെങ്കിലൂടാ. ഇതെങ്ങനെ പോണേ? ഇത് എവിടേക്കാണ് പോണത്? വിളി. ഇതേ പോയത് എറിയുന്നേ.
നിങ്ങൾ ശരിക്കും ചുറ്റിക്കളിയാണല്ലോ. ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തി. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് തോന്നുന്നു തിരിയുന്നത്. ഫാസ്റ്റ് ആയിട്ട് എറിഞ്ഞോ. ആ ഇവിടെ പിടിച്ചോ. യെസ്, വെരി ഗുഡ്. ബോൾ ഇപ്പൊ തീരട്ടോ, സമയം പോകുന്നു. ഏറ്റവും കൂടുതൽ ബോൾ ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്കാണ് സമ്മാനം. ബക്കറ്റുകൾ നിറഞ്ഞു തോന്നുന്നു. അപ്പോ സമയം തീരാൻ പോവാണ്. കൗണ്ട് ഓൺ 10. എന്താ അവിടെ മതിയിട്ട് അവിടെ 4 പേര് വളരെ മനോഹരമായിട്ട് പങ്കെടുത്തു. ഭവാനി ചേച്ചി, ജോളി ചേച്ചി, അതുപോലെ ഉഷ ആൻഡ് ഷൈനി. ഈ 4 പേരും മനോഹരമായിട്ട് പങ്കെടുത്തതിന് ആദ്യം തന്നെ ഒരു കൈയടി കൊടുക്കാം. നിങ്ങൾക്ക് 2 പേർക്കും 100 ബോളുകൾ വീതമാണ് നൽകിയിരുന്നത്. 100 ബോളുകളിൽ കുറേയെല്ലാം താഴത്തേക്ക് പോയി. ഇതിൽ നിന്ന് ഫൈനലിലേക്ക് ഏത് ടീമാണ് വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും നമുക്ക് ഇത് എണ്ണി നോക്കാം അല്ലേ? അവിടെ തുടങ്ങട്ടെ. 1 2 32 35. വെരി ഗുഡ്. ഉഷ ആൻഡ് ഷൈനി ഈ ടീമിന് കരസ്ഥമാക്കിയിരിക്കുന്നത് 35 ബോളുകളാണ്. നല്ല ക്ലാപ്പ്. ഇനി ഭവാനി ആൻഡ് ജോളി, നിങ്ങൾ എത്ര ബോളുകൾ കളക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 2 4 38 40 41. വെരി ഗുഡ്. 41 ബോളുകളാണ് ഭവാനി ചേച്ചിയും ജോളി ചേച്ചിയും ചേർന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടീമാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, 2ാം റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. രാജമ്മ ആൻഡ് മേബിൾ, റോജ ആൻഡ് ശോഭന. അപ്പോൾ ഇവര് നിങ്ങളാണ് ബോൾ എറിയുന്നത്. നിങ്ങൾ ബോൾ പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 4 പേർക്കും ഓൾ ദി ബെസ്റ്റ്. മത്സരം ആരംഭിക്കാൻ പോവാണ്. ദിവ്യ, ഇവരൊന്ന് കൂട്ടിക്കെട്ടിക്കും. റോജ, മേബിൾ, രാജമ്മ ആൻഡ് ശോഭന 4 പേരും മത്സരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 4 പേർക്കും നല്ലൊരു കൈയടി. മത്സരം ആരംഭിക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കൈയടി വരട്ടെ കേട്ടോ. കറങ്ങിക്കോളൂ കൃത്യമായിട്ട്. മറ്റാളുടെ ബോൾ പിടിക്കരുത് കേട്ടോ. കറങ്ങിക്കോ. അതേ പോണ്. ഇങ്ങോട്ട് കറങ്ങിയെന്നേ, വേഗം കറങ്ങിയെന്നേ. ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ഇതിന്റെ അപ്പുറത്ത് പോയിട്ട് അതെ, ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു. ഇവിടെ ലൈൻ ക്രോസ് ചെയ്യരുത്. ഇവിടെ ലൈൻ ഉണ്ട്, 2 ലൈനുകളുണ്ട്. ബോൾ തീരാണി പറഞ്ഞാൽ മതി. നല്ല കൈഡി വരട്ടെ, ശക്തിയായിട്ടുള്ള കൈഡി. തീരുന്നു. ബോൾ തീരാണ്. ഫാസ്റ്റ് ആയിക്കോളൂ. ഈ ലൈനിൽ നിന്ന് പുറത്തു പോകരുത്. ലൈനിൽ നിന്ന് പുറത്തു പോകരുത്. നേരത്തെ വിജയിച്ചത് 41 ബോളുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് നേരത്തെ ടീം. കഴിഞ്ഞ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തത് 41 ബോളുകളാണ് അവർ കളക്ട് ചെയ്തത്. ഇപ്രാവശ്യം ജയിക്കുന്ന ടീം മിനിമം 50 ആക്കണം. അതെ, നിങ്ങൾക്ക് 2 പേർക്കും 100 ബോളുകൾ വീതം തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ താഴെ പോയിട്ടുണ്ട്. താഴെ കളയരുത്.
ദേവോയി. ഇനി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 9 8 ശോഭന ചേച്ചിയുടെ ബോളൊക്കെ തീരാൻ പോകുന്നു. 7 6 6 5 4 3 2 1 മതി. ഓക്കെ, കഴിഞ്ഞു. മത്സരം കഴിഞ്ഞിരിക്കുന്നു. മേബിൾ ആൻഡ് റോജ, ശോഭന ആൻഡ് രാജമ്മ, ഇവര് 4 പേരും വളരെ മനോഹരമായിട്ട് മത്സരിച്ചു. ഈ 4 പേർക്ക് നല്ലൊരു കൈ കൊടുത്തേ. ഓക്കെ, അപ്പൊ ഇനി ഇതിലാണ് ആരാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ നിന്നിക്കുള്ളൂ. നമുക്ക് എണ്ണി തുടങ്ങാം. 2 4 6 41. കഴിഞ്ഞ ടീം വിജയിച്ച സെയിം നമ്പറാണ് രാജമ്മ ചേച്ചിയും അതുപോലെ തന്നെ ശോഭനയും രണ്ടുപേരും കളക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കൈഡി. ഓക്കെ, അപ്പൊ അടുത്ത ടീം എത്ര ബോളുകൾ കളക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. റോജ ആൻഡ് മേബിൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. 2 4 6 34 36 37. അപ്പൊ ഇപ്രാവശ്യം 41 തന്നെയാണ് വിജയിച്ച് നിൽക്കുന്നത്. ഇത്തവണയും വിജയിച്ചിരിക്കുന്നത് 41 ബോളുകൾ കളക്ട് ചെയ്ത രാജമ്മ ആൻഡ് ശോഭന. നല്ലൊരു ക്ലാപ്പിന് ശക്തി പോരാ. എന്തായാലും ഇനി ഫൈനൽ റൗണ്ട് മത്സരം നടക്കാൻ പോവാണ്. ഫൈനലിലേക്ക് സെലക്ട് ചെയ്ത കഴിഞ്ഞ ടീമിനെയും ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. 2 പേരും ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. 2 ടീമുകളും 41 ബോളുകൾ വീതം കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തവണ മിനിമം ഒരു 50 ബോളെങ്കിലും കളക്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ബോൾ തീരുകയാണെങ്കിൽ പറയണം, കൃത്യമായിട്ട് പിടിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലൈൻ ക്രോസ് ചെയ്യരുത്. 2 ലൈനിന്റെ സെന്ററായിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇപ്രാവശ്യം 41 പോരാ. 2 ടീമുകളും 41 ബോളുകൾ വീതം കളക്ട് ചെയ്തുകൊണ്ടാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണ നിങ്ങൾ മിനിമം 50 ബോളെങ്കിലും കളക്ട് ചെയ്യണം കേട്ടോ. വലിക്കല്ലേട്ടാ, ഇതേ പുറത്തേക്ക് പോലെ അവിടെ ബോൾ തീരാറുണ്ട്. എങ്ങോട്ടാ പോണത്? എന്തത്തെ ഇതെങ്ങടെ? ഞാനല്ല അവിടെയാണെന്ന്. ലൈനിന്റെ പുറകിലേക്ക് പോകും. ലൈനിന്റെ പുറകിൽ പോകണം. കുറച്ചുകൂടി പുറകിലേക്ക്. കുറച്ചുകൂടി മതിയല്ലോ, കുറച്ചുകൂടി മതി. മതി. നിങ്ങളിപ്പോ ട്രെയിൻ കളിക്കണ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വന്നേ. ഈ ബോളിന്റെ അപ്പുറത്തേക്ക് പോലെ, സോറി ലൈനിന്റെ അപ്പുറത്തേക്ക് പോലെ. സമയം തീരാറായിക്കൊണ്ടിരിക്കുന്നു. സമയം കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ. ഫൈനൽ റൗണ്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോളുകൾ തീരാൻ പോവുകയാണ്. തല ഇറങ്ങണ്ടെങ്കിൽ തിരിച്ചിറങ്ങിക്കോട്ടോ. അനുവദിക്കുന്നേ. ഇത് കൊടുക്ക, എന്തെങ്കിലും കൊടുക്കുന്നത്, എന്തെങ്കിലും കൊടുക്കുക. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൊടുക്കുക. അവിടേക്ക്. 10 9 8 7 ബോളിലെ തൽക്കാലം ഇതെറി. 6 5 4 3
കഴിഞ്ഞു മതി. മത്സരം പൂർണ്ണമായിരിക്കുന്നു. 4 പേരും മനോഹരമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി മത്സരിച്ചു. 4 പേർക്കും നല്ലൊരു കൈഡി വരട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണാൻ പോവുകയാണ്. ഇവിടെ നിന്ന് എണ്ണിക്കോളൂ. 2 46 48 49 47 ബോളുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. 49 അല്ല സോറി 49. ഇനി നിങ്ങൾ രാജമ്മ ചേച്ചി ആൻഡ് ശോഭന നിങ്ങൾ എത്ര ബോളുകൾ കളക്ട് ചെയ്ത് നോക്കാം? 2 4 40 42 അപ്പൊ അവർക്ക് നിങ്ങൾ പേടിച്ചിരുന്നു. ഇവര് വിചാരിച്ചു അവര് ജയിക്കുമെന്ന്. അവര് വിചാരിച്ചു ഇവര് പോലെ സുല്ലിട്ട് പോലെ എങ്ങനെ വന്നേ. എന്തായാലും 49 ബോളുകളുമായിട്ട് ജോളി ആൻഡ് ഭവാനി ഇവര് 2 പേരുമാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. നല്ലൊരു കൈഡി. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിഥികളെ നമുക്ക് ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കാം. ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയാസ് കുതിരവേലി, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ PR സോന, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയേഷ്, മുനിസിപ്പൽ കൗൺസിലർ ജാൻസി. ഇവരെയും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സമ്മാനം നൽകുന്നതിനായിട്ടും ഇവർക്ക് ആശംസകൾ നൽകുന്നതായിട്ട് നമുക്ക് അതിഥികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, കുടുംബശ്രീ ജില്ലാതലത്തിൽ ഉള്ള അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം മേള ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് TV ചാനലിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് നമ്മുടെ മനസ്സിലുള്ളൊരു പിരിമുറുക്കം ഒക്കെ മാറി എല്ലാവരും റിലാക്സ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കുടുംബശ്രീയുടെ മുഴുവൻ ഭാരവാഹികളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ജയേഷ്. കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് മുന്നിൽ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ തന്നെ അവർക്കൊരു മനസ്സിനൊരു സാന്നിധ്യം ഉണ്ടായത് ഈ കുടുംബശ്രീയിലെ പ്രവർത്തനം കൊണ്ടാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഫ്ലവേഴ്സ് ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് വളരെയധികം അഭിനന്ദനാർഹമാണ്. ഈ ഒരു ദിവസം ഈ കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പരിപാടി നടത്തിയതിൽ ഫ്ലവേഴ്സ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട ജയേഷ് പറഞ്ഞതുപോലെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ടയുമായി എത്തിച്ചേർന്ന ഫ്ലവേഴ്സ് TV കുടുംബാംഗങ്ങളെ കോട്ടയം നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വിജയിച്ചവർക്കുള്ള സമ്മാനദാനമാണ്. ജോളി ആൻഡ് ഭവാനി ചേച്ചി വരൂ പ്ലീസ്. വരൂന്നേ, ഒരു നല്ല കൈഡി വരട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പമായിരുന്നു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തു. മത്സരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ നമ്മളോടൊപ്പം ഇന്ന് കുറേയധികം വിശിഷ്ട അതിഥികളും ഈ മത്സരത്തിലും അല്ലെങ്കിൽ ഈ എപ്പിസോഡിലും പങ്കെടുത്തു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും പുഴയും കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോ ഹരാ.